ഹായ് ഫ്രണ്ട്സ്, ഗ്ലോറിയസ് എജു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൂലകങ്ങളും അവയുടെ വർഗീകരണവുമാണ് പഠിച്ചത്. ഇന്നത്തെ ക്ലാസ് അതിൻ്റെ തുടർച്ചയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. മൂലകങ്ങളുമായി ബന്ധപ്പെട്ട് PSC ആവർത്തിക്കുന്ന ചില പോയിന്റുകളിലേക്ക് കടക്കാം. ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. ആവർത്തന പട്ടികയിലെ അവസാനത്തെ മൂലകമാണ് ഓക്നസൺ. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ. ഏറ്റവും ചെറിയ മൂലകം ഹീലിയം. അപ്പോൾ ആവർത്തന പട്ടികയിലെ ആദ്യത്തെ മൂലകം ഹൈഡ്രജൻ ആണ്. അതുപോലെ ആവർത്തന പട്ടികയിലെ അവസാനത്തെ മൂലകം ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുപിടിക്കപ്പെട്ട ഓർഗാനിസം ആണ്. അതുപോലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകമാണ് ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരവും ഹൈഡ്രജൻ ആണ്. ഏറ്റവും ചെറിയ മൂലകമാണ് ഹീലിയം. ഏറ്റവും ഭാരം കുറഞ്ഞത് ഹൈഡ്രജൻ ആണ്, എന്നാൽ ഏറ്റവും ചെറിയ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹീലിയമാണ്. അടുത്തത് ഏറ്റവും വലിയ മൂലകം ഫ്രാൻസിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹമാണ് ലിഥിയം. ഏറ്റവും ചെറിയ ലോഹമാണ് ബെറിലിയം. ഏറ്റവും ചെറിയ മൂലകം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഹീലിയം ആയിരുന്നു അല്ലെ, എന്നാൽ ഏറ്റവും ചെറിയ ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് ബെറിലിയമാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ചോദിച്ചാൽ ഹൈഡ്രജൻ ആണ്, എന്നാൽ ഏറ്റവും ഭാരം കുറഞ്ഞ ലോഹം ലിഥിയമാണ്. ആദ്യത്തെ കൃത്രിമ മൂലകമാണ് ടെക്നീഷ്യം. ദ്രവണാങ്കം കൂടിയ മൂലകമാണ് കാർബൺ. ദ്രവണാങ്കം കൂടിയ ലോഹം ഏതെന്ന് ചോദിച്ചാൽ അത് ടങ്സ്റ്റൺ ആണ്. അതുപോലെ ദ്രാവകാവസ്ഥയിലുള്ള ലോഹമാണ് മെർക്കുറി. ദ്രാവകാവസ്ഥയിലുള്ള അലോഹമാണ് ബ്രോമിൻ. അപ്പോൾ എന്താണ്? ദ്രവണാങ്കം കൂടിയ മൂലകമാണ് കാർബൺ. ദ്രവണാങ്കം കൂടിയ ലോഹം ടങ്സ്റ്റൺ ആണ്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ മെർക്കുറിയാണ്, എന്നാൽ ദ്രാവകാവസ്ഥയിലുള്ള അലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് ബ്രോമിനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകം. ആവർത്തന പട്ടികയിലെ മൂലകങ്ങളിൽ ഏറ്റവും ഭാരം കുറഞ്ഞ വാതകമാണ് ഹൈഡ്രജൻ. ഏറ്റവും ഭാരം കുറഞ്ഞ വാതകവും ഹൈഡ്രജനാണ്. ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകവും ഹൈഡ്രജനാണ്. ഏറ്റവും ഭാരം കൂടിയ വാതകം റെഡോൺ ആണ്. സ്ഥിരത കൂടിയ ലോഹമാണ് ലെഡ്. ക്രിയാശീലം കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. ക്രിയാശീലവും അതുപോലെ ഇലക്ട്രോനെഗറ്റിവിറ്റിയും കൂടിയ മൂലകമാണ് ഫ്ലൂറിൻ. അപ്പോൾ എന്താണ്? ഭാരം കുറഞ്ഞ വാതകം ഹൈഡ്രജൻ, ഭാരം കൂടിയ വാതകം റെഡോൺ, സ്ഥിരത കൂടിയ ലോഹം ലെഡ്, ക്രിയാശീലം കൂടിയ മൂലകം ഫ്ലൂറിൻ. ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ള മൂലകമാണ് ടിന്ന്. ടിന്നിന് 10 ഐസോട്ടോപ്പുകളാണ് ഉള്ളത്. ഏറ്റവും കുറവ് ഐസോട്ടോപ്പുകളുള്ളത് ഹൈഡ്രജൻ ആണ്. 3 ഐസോട്ടോപ്പുകളാണ് ഹൈഡ്രജന് ഉള്ളത്. കുലീന മൂലകങ്ങൾ എന്നറിയപ്പെടുന്നവയാണ് സ്വർണം, വെള്ളി, പ്ലാറ്റിനം എന്നിവ. എന്നാൽ രാജകീയ ലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് സ്വർണം, വെള്ളി, പ്ലാറ്റിനം, അതിൻ്റെ കൂടെ പലേഡിയവും കൂടി ചേരുമ്പോൾ അത് രാജകീയ ലോഹങ്ങളാകുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ ഐസോട്ടോപ്പുകളുള്ളത് ടിന്നിനാണ്. 10 ഐസോട്ടോപ്പുകളുണ്ട്. ഏറ്റവും കുറവ് ഐസോട്ടോപ്പുകളുള്ളത് ഹൈഡ്രജനാണ്. 3 ഐസോട്ടോപ്പുകളാണുള്ളത്. കുലീന മൂലകങ്ങളാണ് സ്വർണം, വെള്ളി, പ്ലാറ്റിനം. എന്നാൽ സ്വർണം, വെള്ളി, പ്ലാറ്റിനം അതിൻ്റെ കൂടെ പലേഡിയവും കൂടി ചേർന്നതാണ് രാജകീയ ലോഹങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. സൂര്യൻ എന്നർത്ഥം വരുന്ന മൂലകമാണ് ഹീലിയം. ചന്ദ്രൻ എന്നർത്ഥം വരുന്ന മൂലകമാണ് സെലിനിയം. ഭൂമി എന്നർത്ഥം വരുന്ന മൂലകമാണ് ടെലൂറിയം. അതുപോലെ ചെറുഗ്രഹം എന്നർത്ഥം വരുന്ന മൂലകമാണ് പലേഡിയം. ഗ്രൂപ്പ് 1 മൂലകങ്ങൾ അല്ലെങ്കിൽ ആൽക്കലി ലോഹങ്ങൾ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്നിവയാണ് ഗ്രൂപ്പ് 1 മൂലകങ്ങൾ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ്. ഏതൊക്കെയാണ്? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം. പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ് ഗ്രൂപ്പ് 1 മൂലകങ്ങൾ. അടുത്തത് ഗ്രൂപ്പ് 2 മൂലകങ്ങൾ അല്ലെങ്കിൽ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ.
ഇതാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. ബെറിലിയം, മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഏതൊക്കെയാണ്? ബെറിലിയം, മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം, റേഡിയം. ഇവയാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. 3 മുതൽ 12 ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങളാണ് ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ. അതുപോലെ 13 ഗ്രൂപ്പ് മൂലകമാണ് ബോറോൺ കുടുംബം, 14 ഗ്രൂപ്പാണ് കാർബൺ കുടുംബം, 15 ഗ്രൂപ്പാണ് നൈട്രജൻ, 16 ഗ്രൂപ്പാണ് ഓക്സിജൻ കുടുംബം. ഇതിൽ അടുത്തതിന് പ്രധാനമായിട്ടുള്ളത് ഹാലജൻ കുടുംബമാണ്. അതുകൊണ്ട് നമുക്കിനി അടുത്തത് അത് നോക്കാം. ഹാലജൻ കുടുംബം 17 ഗ്രൂപ്പ് മൂലകങ്ങൾ. ലവണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് 17 ഗ്രൂപ്പ് മൂലകങ്ങൾ. ലവണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസറ്റാറ്റിൻ എന്നിവയാണ് ഹാലജനുകൾ അല്ലെങ്കിൽ 17 ഗ്രൂപ്പ് മൂലകങ്ങൾ. 17 ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് ഹാലജനുകൾ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസറ്റാറ്റിൻ ഇവയാണ് ഹാലജനുകൾ. അടുത്തത് ഗ്രൂപ്പ് 18 മൂലകങ്ങൾ അല്ലെങ്കിൽ അവ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് അലസവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് എന്നും അറിയപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അവ രാസപ്രവർത്തനത്തിലൊന്നും ഏർപ്പെടുന്നില്ല. അതുകൊണ്ടാണ് അതിനെ അലസവാതകങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റഡോൺ എന്നിവയാണ് ഗ്രൂപ്പ് 18 മൂലകങ്ങൾ. ഏതൊക്കെയാണ്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റഡോൺ. ആവർത്തന പട്ടികയിലെ മൂലകങ്ങളെ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും ഉപലോഹങ്ങളെന്നും 3ആയി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ലോഹങ്ങളിൽ വരുന്നവയാണ് ആൽക്കലി ലോഹങ്ങൾ, ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ, സംക്രമണ മൂലകങ്ങൾ, ലാന്തനൈഡുകൾ, ആക്റ്റിനൈഡുകൾ എന്നിവ. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നത് നമുക്കറിയാം 1 ഗ്രൂപ്പ് മൂലകങ്ങളെയാണ് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത്. അപ്പോൾ 1 ഗ്രൂപ്പ് മൂലകങ്ങളും 2 ഗ്രൂപ്പ് മൂലകങ്ങൾ എന്തായിരുന്നു? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ 2 ഗ്രൂപ്പ് മൂലകങ്ങളും 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങൾ അതായത് സംക്രമണ മൂലകങ്ങളും അതിൻ്റെ കൂടെ ലാന്തനൈഡുകളും ആക്റ്റിനൈഡുകളും ചേർന്നവയാണ് ലോഹങ്ങൾ. അലോഹങ്ങൾ അല്ലെങ്കിൽ നോൺ മെറ്റൽസ്. ഹാലജനുകളും കാർബൺ, അതുപോലെ അലസവാതകങ്ങൾ, സെലിനിയം, സൾഫർ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, ഹൈഡ്രജൻ എന്നിവയാണ് അലോഹങ്ങൾ. ഇതൊക്കെയാണ് ഹാലജനുകൾ, കാർബൺ, അലസവാതകങ്ങൾ, സെലിനിയം, സൾഫർ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, ഹൈഡ്രജൻ. ഇവിടെ യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട് ഹാലജനുകൾ. ഹാലജനുകളൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എത്ര ഗ്രൂപ്പ് മൂലകങ്ങളാണ്? 17 ഗ്രൂപ്പ് മൂലകങ്ങൾ അല്ലേ? 17. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ പഠിച്ചിട്ടില്ലേ? അപ്പം അസറ്റാറ്റിൻ എന്നിവ. ഓക്കെ, ഇതാണ് ഹാലജനുകൾ. അപ്പോൾ ഹാലജനുകൾ അലോഹങ്ങളിൽ വരുന്നതാണ്. അതുകൂടാതെ കാർബണും ഒരു അലോഹമാണ്. പിന്നെ വരുന്നതാണ് അലസവാതകങ്ങൾ അല്ലെങ്കിൽ നോബിൾ ഗ്യാസ്. ഏറ്റവും അവസാനമായിട്ട് വരുന്നത് അല്ലേ 18ാമത്തെ ഗ്രൂപ്പിൽ വരുന്നവയാണ് അലസവാതകങ്ങൾ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റഡോൺ എന്നിവ. ഇതിൻ്റെ കൂടെ സെലിനിയം, സൾഫർ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, ഹൈഡ്രജൻ എന്നിവയും കൂടെ അലോഹങ്ങളിൽ വരുന്നവയാണ്. അടുത്തത് ഉപലോഹങ്ങൾ. ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നു. ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം എന്നിവയാണ് ഉപലോഹങ്ങൾ. ഏതൊക്കെ? ബോറോൺ, സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആൻറ്റിമണി, ടെലൂറിയം ഇവയാണ് ഉപലോഹങ്ങൾ. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം മൂലകങ്ങളും അവയുടെ വർഗീകരണവും എന്ന ടോപ്പിക്ക് നമ്മളിവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം.